ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്നും വെറും 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. നല്ലൊരു വില്ല പ്രൊജക്ട് ആണ്. 5 വില്ലകൾ മാത്രം വരുന്ന ഭംഗിയുള്ള എലിവേഷനോട് കൂടിയ വില്ലകളാണ് ഇവിടെയുള്ളതെല്ലാം. വീട് പണിയുന്നതിന് മുമ്പേ തന്നെയാണ് ബാക്കിയുള്ള 4 വില്ലകളും സെയിലായിരിക്കുന്നത്. അണ്ടർ കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന സമയത്ത് തന്നെ വീടുകൾ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയും എലിവേഷൻ ഇഷ്ടപ്പെട്ട് മാത്രം വീടെടുത്ത പലരുമുണ്ട്. വീടിനകത്ത് സൗകര്യങ്ങൾ നോക്കുവാണെങ്കിലും ആ ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു വീട് തന്നെയാണെന്ന് പറയാം. ഒരുപാട് വീടുകൾ പല മോഡലിൽ പണിയുന്നുണ്ടെങ്കിലും എല്ലാത്തിൽ നിന്നും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത്. 5 വില്ലകൾ മാത്രമാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്ന ഭംഗിയുള്ള ടൈല് വിരിച്ച റോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഒന്നുകൂടെ കാണുമ്പോഴേക്കും ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കൂടി നമുക്ക് നോക്കാം. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്നും 3 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നോക്കുവാണെങ്കിൽ വെറും 1.7 കിലോമീറ്ററും ഇൻഫോ പാർക്ക് ഇടപ്പള്ളി ലുലു മാൾ ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെങ്കിൽ 6.7 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. എയർപോർട്ടിലേക്കും ഈസി ആയിട്ട് എത്താം. വെറും 21 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. ടൈല് വിരിച്ച ഈ ഒരു റോഡ് വന്ന് എൻഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മളുടെ ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാവുന്ന വാഹനം കൂടാതെ ഡെഡ് എൻഡ് ആയതിന്റെ പേരിൽ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വന്നാലും നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഏരിയയിൽ ഒരു കാർ കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഡെഡ് എൻഡ് വന്ന് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ കാണാം, കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയായിട്ടാണ് ഇവിടുത്തെ ബ്യൂട്ടിഫിക്കേഷൻ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. വീട് നോക്കുവാണെങ്കിൽ കണ്ടംപററി സ്റ്റൈലില് വളരെ ഡിഫറെന്റ് ആയിട്ടും അട്രാക്റ്റീവ് ആയിട്ടുള്ള എലിവേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന്റെ ഈ ഒരു ഫ്രണ്ട് എലിവേഷൻ കാണുമ്പോൾ തന്നെ പലർക്കും മൈൻഡിലേക്ക് കടന്നുകൂടുന്ന ഒരു വീടാണ്. നല്ല ഭംഗിയുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടംപററി സ്റ്റൈലിലാണ് വീട് ചെയ്തിരിക്കുന്നത്. മുകളിൽ കാണുന്ന ബാൽക്കണിയുടെ പോർഷനിലും അതുപോലെ ഏറ്റവും ടോപ്പിൽ വരുന്ന ആ ഒരു നമുക്ക് ഡിസൈൻ വെച്ചിട്ടുണ്ട്. ആ ഷേപ്പിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. LED ലൈറ്റുകൾ മാറ്റിയിട്ട് അതിന് പകരം സ്പോട്ട് ലൈറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഫ്രണ്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭംഗിയായിട്ട് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന ടെക്സ്ചർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ഓപ്പൺ വില്ല കോൺസെപ്റ്റ് ചെയ്തതാണെങ്കിൽ പലരുടെയും ആവശ്യപ്രകാരം ഗേറ്റുകളെല്ലാം തന്നെ നമ്മൾ ഓരോ കോമ്പൗണ്ടിനും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീടിനും ഗേറ്റഡ് കോമ്പൗണ്ട് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ബിൽഡറിനോട് സംസാരിച്ച് ഗേറ്റ് ഫെസിലിറ്റി കൂടി നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. മതിൽ വന്നിട്ട് കംപ്ലീറ്റ് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത് കൂടാതെ GA പൈപ്പിന്റെ കുറച്ച് ഭംഗിയുള്ള വർക്കുകളും കൂടെ വരുന്നുണ്ട്. നമ്മൾ ഗേറ്റ് എൻട്രൻസ് കഴിഞ്ഞ് നേരെ കയറി ചെല്ലുമ്പോൾ കാണാവുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് ഒക്കെ വിരിച്ചിരിക്കുന്ന നല്ലൊരു ഏരിയ തന്നെയാണ്. നമുക്ക് നല്ല ലെങ്ത് ഉള്ള ഒരു കാർ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാനായിട്ട് ഈ ഭാഗത്തായിട്ട് ചാർജിങ് പോയിന്റും കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സ്റ്റോണിന്റെ വർക്കാണ് ഈ കാണുന്ന വോളിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് മുകളിലൊക്കെ ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്ട്രേറ്റ് വീടിനകത്തേക്ക് കയറി വന്നിട്ട് റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഏകദേശം പകുതി ഭാഗത്തോളം തന്നെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ ബേബി മെറ്റൽ ആണ് കൊടുത്തിരിക്കുന്നത്. ആളുകൾക്ക് കടന്നു പോകാനുള്ള വിഡ്ത്ത് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയയിലുള്ള ഭാഗങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എല്ലാം ബേബി മെറ്റൽ ആണ് കൊടുത്തിരിക്കുന്നത്. വർക്ക് കഴിഞ്ഞ് തന്നെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്ക് സൈഡിൽ, കിച്ചന്റെ ബാക്ക് സൈഡിൽ നമുക്ക് വർക്ക് ഏരിയയൊക്കെ ആയിട്ടുള്ള ആ ഒരു സ്പേസിലേക്കാണ്. വർക്ക് ഏരിയയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഓൺ ഗോയിങ് ആണ്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിൽഡറായിട്ട് സംസാരിച്ച് ചെയ്തെടുക്കാം. ഓൾറെഡി ഇവിടെ ഫ്ലോറിംഗ് എല്ലാം തന്നെ കംപ്ലീറ്റഡ് ആണ്. വീടിന്റെ ഇപ്പൊ നമ്മൾ കയറുമ്പോൾ വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെയാണ് നമ്മൾ തിരിച്ച് വീണ്ടും ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നോർത്ത് ഈസ്റ്റ് ആണ് കിണർ സ്ഥിതി ചെയ്യുന്ന സ്ഥാനം വരുന്നത്. നല്ല ഡ്രിങ്കിങ് വാട്ടർ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന്, ബസ് റോഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 350 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. നല്ല കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു വില്ല പ്രൊജക്ട് ആണ്. ഈ ഒരു വീടിന്റെ വർക്കുകൾ ജസ്റ്റ് ഫിനിഷിംഗ് ആണ്. കുറച്ച് വർക്കുകളും കൂടെ മാത്രമാണ് ഇനി പെൻഡിങ് ഉള്ളത്. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞാലും വീട് പെട്ടെന്ന് വിറ്റുപോകുന്ന ഒരു വില്ല പ്രൊജക്ട് ആണ്. അതുകൊണ്ട് ഒട്ടും വൈകണ്ട, വീഡിയോ കണ്ട ഉടനെ തന്നെ ഫോൺ എടുക്കുക, മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക.
ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വൈറ്റ് കളറിലുള്ള ടൈലും മാർബിളും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ, ഗ്രാനൈറ്റും അതുപോലെ തന്നെ ഗ്രാനൈറ്റും ടൈലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ടാണ്, 2 ചെയറൊക്കെ ഇടാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്, 2 പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ്, പടിഞ്ഞാറോട്ട് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി അകത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ ടൈല് തന്നെ നമുക്ക് ആദ്യം നോക്കാം. ആക്ച്വലി ഇതൊരു മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണോ എന്ന് ചോദിച്ചാൽ അതെ, ഗ്ലോസി ആണോ എന്ന് ചോദിച്ചാൽ അതെ. ഒത്തിരി ഗ്ലോസി അല്ല, രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈലാണ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. ഇവിടുത്തെ ആദ്യത്തെ വിൻഡോ നോക്കുവാണെങ്കിൽ മെയിൻ ഡോറിന് തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഇവിടെ ഒരു സിംഗിൾ വിൻഡോ വരുന്നത്. ബാക്കിയുള്ള വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഏകദേശം ഒരു 5 വിൻഡോകളാണ് വരുന്നത്. മുകളിലൊക്കെ ചെറിയ വിൻഡോകൾ തുറക്കണമെങ്കിൽ അങ്ങനെ തുറക്കാം, വലിയത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആ രീതിയിൽ വലിയ വിൻഡോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന പുറത്തേക്കുള്ള ഭാഗങ്ങളൊക്കെ മൾട്ടിവുഡ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടുണ്ട്. താഴെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഡ്രോസ് ആയിട്ടൊക്കെ തിരിച്ച് ഡോറുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ ചെറിയ രീതിയിൽ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റും കൊടുത്തിട്ടുണ്ട്. TV വെക്കാനുള്ള സ്പേസിന്റെ 2 ഭാഗത്തായിട്ട് നമുക്ക് 2 സിംഗിൾ വിൻഡോസ് കൂടി കിട്ടുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ റൂഫിലേക്ക് നോക്കിയാൽ കാണാം, സൈഡിലായിട്ട് ഷോ ലൈറ്റുകൾ വരുന്നുണ്ട്. ചെറിയ LED ബൾബുകളും പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ഫാൻ ഫിറ്റിങ്ങും എല്ലാം കൊടുത്ത് ആവശ്യത്തിന് മാത്രമുള്ള റൂഫിലെ വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ നോക്കുവാണെങ്കിൽ 3,350 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽ നമുക്ക് പോകെ പോകെ ഷെയർ ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമാണ് ഈ വീടിന്റെ ഭംഗി നിങ്ങൾക്ക് ഫുള്ളായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ എൻട്രൻസ് നോക്കിക്കോളൂ. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വുഡിൽ തീർത്തിരിക്കുന്നത്. നിറയെ അഴികളോട് കൂടി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ഈ ഭാഗത്ത് 2 ഹാങ്ങിങ് ലൈറ്റും ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 5ഓ 6ഓ പേരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാം. ഇതിന്റെ ഈ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം വുഡ് കൊണ്ട് കവർ ചെയ്താണ് പോയിട്ടുള്ളത്. ഡൈനിങ് സ്പേസിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ വരുന്നുണ്ട്. എല്ലാ റൂമുകളിലും ഫാൻ ഫിറ്റിംഗും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നമുക്ക് കാണാൻ പറ്റുന്നത്. വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള ടൈലുകളോട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നിങ്ങളുടെ ഒരു ചോയ്സിന് പറ്റിയ വീട് തന്നെയാണ് എന്തുകൊണ്ട് നമ്മളിന്ന് കാണിക്കുന്നത്. ഡൈനിങ് സ്പേസിൽ നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ വാഷ് ഏരിയ ആണ്. വളരെ ഭംഗിയായിട്ടാണ് വാഷ് ഏരിയ ചെയ്തിട്ടുള്ളത്. ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ ആണെങ്കിലും മുകളിൽ തൂക്കിയിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റ് ആണെങ്കിലും അതിന് ബാക്കിൽ ചെയ്തിരിക്കുന്ന ആ ഒരു PVC-യുടെ വർക്ക് ആണെങ്കിലും എല്ലാം തന്നെ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിൻ നല്ല റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റ് പീസിലാണ് തിരിക്കുന്നത്. അതിന്റെ താഴെയും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസിന് തൊട്ടടുത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം വരുന്നത്. നമുക്ക് കിച്ചൺ ആ ഭാഗത്തുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം കാണാം. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ അകത്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു ഡോർ തുറന്ന് നേരെ വരുന്നത് ഇവിടുത്തെ 1ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ ഇവിടെ 2 വിൻഡോസും ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ റിമൂവബിൾ ആയിട്ടുള്ള ഒരു ടേബിൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ ഇത് മാറ്റി വെക്കാവുന്നതാണ്. ഇവിടുത്തെ വാർഡ്രോബുകൾ നോക്കുവാണെങ്കിൽ നല്ല ഡാർക്ക് കളറിൽ നല്ല ഭംഗിയുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തിരിക്കുന്നത്. പുറമെ എല്ലാം തന്നെ PVC കോട്ടിംഗ് ഒക്കെ നല്ല ലാമിനേഷൻ ചെയ്ത PVC കോട്ടിംഗ് കൊടുത്ത് ഗ്ലോസി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രേ ബ്ലാക്ക് മിക്സർ കൂടിയിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുവാണെങ്കിലും പാനലിംഗ് വർക്കുകളും LED സ്ട്രിപ്പുകളും ചെറിയ രീതിയിലുള്ള LED ബൾബുകളും ഫാൻ ഫിറ്റിംഗും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഈ ഒരു ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിന് ആ ഒരു ഫിറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ജാഗ്വാറിലാണ് ചെയ്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാൻ മറ്റൊരു സ്ഥലവും വാഷ് ബേസിൻ വരുന്നുണ്ട്. ക്ലോസറ്റിനൊക്കെ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലവുമാണ് ഇവിടെ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലുള്ള 1ാമത്തെ ബെഡ്റൂം കണ്ട് നമ്മൾ വീണ്ടും വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. നമുക്കിനി കിച്ചൺ ആണ് കാണേണ്ടത്. ഓപ്പൺ കിച്ചൺ ആയിട്ട് ചെയ്തിരിക്കുന്നു. എൻട്രൻസ് നോക്കിയാൽ കാണാം, വളരെ ഭംഗിയായിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്ന ആ ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡിൽ തന്നെയാണ്
മുകളിലുള്ള ഭാഗത്തൊക്കെ നോക്കിയാൽ കാണാൻ നല്ല രീതിയിൽ PVC ലാമിനേഷൻ കൊടുത്തിട്ട് നിറയെ കബോർഡുകളാണ് മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പൺ ഷെൽഫുകൾ വരുന്നുണ്ട്. ക്രോക്കറി ഷെൽഫുകൾക്കായിട്ട് ഈ ഏരിയ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓപ്പൺ കൗണ്ടർ നോക്കിയാൽ കാണാം കിച്ചന്റെ ഇവിടെ വൈറ്റ് കളർ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എൻട്രൻസിൽ തന്നെ രണ്ട് ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ അകത്തേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ഫ്ലോർ വന്നിട്ട് വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാവുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. കിച്ചന്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ വന്നിട്ട് ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ആണ്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ്. നല്ല ഭംഗിയുള്ള ബ്ലൂ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് വിൻഡോസ് നമുക്ക് കിച്ചണിൽ കാണാൻ പറ്റുന്നുണ്ട്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് പൈപ്പ് കണക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് വർക്കുകളൊന്നുമില്ല, ഭംഗിയുള്ള ലാമ്പുകളാണ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റെപ്പ് കയറി പോകുന്നതിന് താഴെയുള്ള ഭാഗമാണ്. റെഡിമെയ്ഡ് ആയിട്ട് വളരെ ഭംഗിയായിട്ടുള്ളൊരു ക്യാബിനറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് നമ്മുടെ ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം. അത് വെച്ചാൽ പോലും വീണ്ടും ബാക്കി സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു സ്റ്റെപ്പിന്റെ താഴെയുള്ള ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ വേക്കന്റ് ആയിട്ട് നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചണിൽ നിന്നുള്ള ഡോർ തുറന്നാൽ നേരെ പുറത്തേക്ക് നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ട് അലൗട്ട് ചെയ്തിട്ടുള്ള സ്പേസിലേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. ഫ്ലോർ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലേക്ക് വരികയാണ്. നമ്മൾ ഹാൻഡ് റെയിൽസ് ചെയ്യാനുള്ള ഒരു വർക്ക് മാത്രമാണ് നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ളത്. നേരെ വരുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ബോർഡിൽ വലിയൊരു ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിലേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഹാങ്ങിങ് ലൈറ്റും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നിട്ട് നേരെ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ട് അത്യാവശ്യത്തിന് വലുപ്പമുള്ള ഒരു ഹാള് കിട്ടുന്നുണ്ട്. ആ ഹാളിന്റെ ആ സൈഡ് നോക്കുവാണെങ്കിൽ 3 വിൻഡോസ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വർക്ക് സ്റ്റേഷൻ ടേബിൾ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലാപ്ടോപ്സ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാനും കുട്ടികൾക്ക് റീഡിംഗ് പർപ്പസിനൊക്കെ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതിനടുത്ത് തന്നെ നമുക്കൊരു ഡോറ് കാണാം. ഈ ഡോർ തുറന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് അലൗ ചെയ്തിരിക്കുന്ന സ്പേസിലേക്കാണ്. മുകൾ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ നമുക്ക് ചെറിയ ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ ആയിട്ട് ഈ ഭാഗത്താണ് അറേഞ്ച്മെന്റ്സ് കൊടുത്തിരിക്കുന്നത്. തൊട്ടടുത്ത് നോക്കിയാൽ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നതിന്റെ റൈറ്റ് സൈഡ് ആണ് ഇപ്പോൾ കണ്ടത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് ബെഡ്റൂംസ് ഒക്കെ വരുന്നത്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. ഇവിടെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 14-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നേരെ വരുമ്പോൾ ഇവിടെ വലിയൊരു വിൻഡോ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ വിൻഡോ ബേ ഫെസിലിറ്റി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലുള്ള വോള് കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ PVCയുടെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സ്പേസിന് താഴെ നോക്കുവാണെങ്കിൽ നിറയെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് 2 സിംഗിൾ വിൻഡോസ് കിട്ടുന്നുണ്ട്. നമുക്ക് പുറത്ത് പിടിപ്പിക്കാനുള്ള ഗ്ലാസിന്റെ വർക്ക് അല്ലാതെ കുറച്ച് വർക്കുകളുണ്ട്. അതിന്റെ മെറ്റീരിയൽസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള ബോർഡർ ലൈൻ വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഷോ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും നമുക്ക് ഇവിടെ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിൻഡോ ബേയുടെ താഴെ കണ്ടതുപോലെ തന്നെ മുകൾ ഭാഗത്തും നല്ല രീതിയിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ മെയിൻ വാർഡ്രോബ് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വലിയൊരു വാർഡ്രോബ് PVC ലാമിനേഷനോട് കൂടിയിട്ട് നല്ല ഗ്ലോസി ആയിട്ടുള്ള ടൈപ്പ് ഒരു വാർഡ്രോബ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഭാഗത്താണ്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡും ചെറിയ ലൈറ്റ് ഗ്രേ ഷെയ്ഡും കൂടെ വരുന്ന മിക്സറിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിനകത്തെ ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാ ഫിറ്റിംഗ്സും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് ഇവിടെ 2 ഡോറുകളിനെ കാണാനുണ്ട്. ഇത് ഇവിടുത്തെ ബെഡ്റൂമും ഇത് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസുമാണ്. നമുക്ക് ഈ മൂന്നാമത്തെ ബെഡ്റൂമിനെ കണ്ടു നോക്കാം. ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്തും ഈ ബെഡ്റൂം നല്ല സൈസിലാണ് ചെയ്തിരിക്കുന്നത്. 14-10 ആണ് ഇതിന്റെ ഫീറ്റ് വരുന്നത്. അളവ് വരുന്നത് 14-10 ആണ്. നേരെ വരുന്ന സമയത്ത് ഈ ഭാഗത്ത് നമുക്ക് വാർഡ്രോബുകൾ കാണാൻ പറ്റുന്നുണ്ട്. ലൈറ്റ് ബ്ലൂ ഓർ ഗ്രീൻ ഷെയ്ഡുകൾ മിക്സർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് വാർഡ്രോബുകൾ വരുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ റൂമിന്റെ നല്ല മേജർ പോർഷനുള്ള വിൻഡോകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കടക്കാനായിട്ട് ഒരുപാട് വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ചെറുതും വലുതുമായിട്ട് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് വിൻഡോസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും പ്രത്യേകിച്ച് കാര്യമായ വർക്കുകളൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും
LED ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗും ഷോ ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ഈ ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഒരു ഗ്രേ ഷെയ്ഡിൽ തന്നെ, ഗ്രേ എന്ന് പറയാൻ പറ്റില്ല, ലൈറ്റ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി മിക്സ്ഡ് ആയിട്ടാണ് ഇതിനകത്തുള്ള ടൈലുകളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. 3 ബാത്റൂമുകളും സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 3 ബാത്റൂമുകളിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു ഡോർ വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ബാൽക്കണി കിട്ടുന്നുണ്ട്. അതിന്റെ ഹാൻഡ് റെയിൽസ് പിടിപ്പിക്കാനുള്ള വർക്കും കൂടെയാണ് നമുക്കിനി പെൻഡിങ് ആയിട്ടുള്ളത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള വില്ലകളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. 5 വില്ലകൾ വരുന്ന പ്രൊജക്റ്റ് ആണ്. എല്ലാ വില്ലകളും ഏകദേശം ഒരേ മോഡലിലൊക്കെ വളരെ ഭംഗിയായിട്ടാണ് എലിവേഷൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ 3ാമത്തെ ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. അതിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് കാണാൻ പറ്റുന്നത്. ബാൽക്കണി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വളരെ വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഫ്ലോറിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം മൊറോക്കൻ ടൈലാണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ മുകളിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ട് നിറയെ സ്പോട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ ആ ഒരു എലവേഷൻ ഏറ്റവും കൂടുതൽ മാറ്റി കൂട്ടുന്നത് ഈ കാണുന്ന വർക്കുകളൊക്കെയാണ്. താഴെ നിൽക്കുമ്പോഴേ തന്നെ നമുക്ക് ഈ വർക്കുകൾ വിസിബിൾ ആണ്. ഇവിടെ നമുക്കിനി ഹാൻഡ് റെയിൽസ് പിടിപ്പിക്കാനുള്ള വർക്കും കൂടെ മാത്രമാണ് പെയിന്റിംഗ് ആയിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്തുള്ള ഒരു വില്ലയാണ് നിങ്ങളിന്ന് പരിചയപ്പെട്ടത്. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്നും ഒരു 3 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഹോസ്പിറ്റൽ ഫെസിലിറ്റികളെല്ലാം അടുത്തുണ്ട്. സ്കൂളുകൾ ധാരാളം നമുക്കുണ്ട്. ഇന്റർനാഷണൽ സ്കൂള്, സെന്റ് പോൾസ് സ്കൂളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും ഏകദേശം 350 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ല പ്രൊജക്ടിനകത്തേക്കുള്ള ദൂരം വരുന്നത്. നല്ലൊരു കമ്മ്യൂണിറ്റിയിലുള്ള ഈ ഒരു വില്ല കൂടി മാത്രമാണ് ഇത് സെയിലിനുള്ളത്. വീട് അണ്ടർ കൺസ്ട്രക്ഷൻ ഇരിക്കുമ്പോൾ തന്നെ സെയിലായി പോയ ഒരു ഹിസ്റ്ററിയാണ് ഈ കാണുന്ന ഒരു വില്ല പ്രൊജക്ടിനുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടാൽ ഉടനെ മാർബിൾ ഹോംസിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിക്കുക. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 3.350 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 3.350 സെന്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 3.35 സെന്റ് ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. കിണർ വെള്ളമുണ്ട്. വലിയൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. 2 വീലേഴ്സ് വെക്കാനായിട്ട് വേറെയും സ്പേസ് കിട്ടുന്നുണ്ട്. ഭംഗിയുള്ള എലിവേഷനോട് കൂടിയിട്ടും ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 89 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസിലൂടെ വീടുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പേപ്പർ വർക്കുകളെല്ലാം തന്നെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ലോൺ ഫെസിലിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ തരുന്ന വിവരങ്ങളെല്ലാം വളരെ സത്യസന്ധമായ വിവരങ്ങൾ മാത്രമാണ് മാർബിൾ ഹോംസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ റേറ്റ് ഓണർ പറഞ്ഞ റേറ്റ് ആണ് നമ്മൾ പറയുന്നത്. വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ബിൽഡറുമായിട്ട് നേരിട്ടിരുന്ന് സംസാരിച്ച് റേറ്റ് നെഗോഷിയേറ്റ് ചെയ്ത് നല്ലൊരു റേറ്റിൽ വീട് സ്വന്തമാക്കാവുന്നതാണ്. മാർബിൾ ഹോംസിൽ വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.